ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. എന്റെ പൂമ്പാറ്റെ, എന്റെ വേട്ടവിളിയാ. വേട്ടാവിളിയാണോ? അല്ല ചേട്ടാ, വീട്ടിലേക്ക് വരുമോന്ന്. നീ പറഞ്ഞിട്ട് ഞാൻ നിന്റെ വീട്ടിലെ പുറകെ വാഴത്തോപ്പിൽ വന്നല്ലോ. നീ എവിടെയായിരുന്നു? വാഴത്തോപ്പിലോ? ഓ, എന്റെ ന്യൂ ജനറേഷൻ വിഡ്ഢി, ഞാൻ വാട്സപ്പിലേക്കാ വരാൻ പറഞ്ഞ. വാട്സപ്പിലാണോ? അന്നാ നേരത്തെ പറയണ്ടേ. ഞാൻ വാഴത്തോപ്പാണോ മഞ്ഞ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നടി. എന്നിട്ട് ഒരു പ്രാന്ത് പിടിച്ച വവ്വാലൊന്നിച്ച് പാളയംകുളം പഴാന്ന് പറഞ്ഞിട്ട് എന്നെ പൊക്കിക്കൊണ്ട് ഒരൊറ്റ പോക്ക്. അയ്യോ, വെച്ച് തിന്നാൻ വേണ്ടി ഉടുപ്പഴിച്ച് കഴിഞ്ഞപ്പോ വവ്വാല് ചമ്മിപ്പോയി. അയ്യേ, ഉടുപ്പിന്റെ അടിയിൽ ഞാൻ ചമ്മലിൽ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തിയാ. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പറ. ചേട്ടൻ എന്നോട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുണ്ടോ? പിച്ചക്കാരനാണെങ്കിലും മെട്രോയിൽ കയറാൻ ആഗ്രഹമില്ലാണ്ട് എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചേട്ടാ, അടുത്ത ആഴ്ചയെ ഞാൻ മനുചേട്ടന്റെ കൂടെ ഊട്ടിയിൽ ടൂറിന് പോകുന്നുണ്ട്. നീ 2 ആഴ്ച മുമ്പല്ലേ ബാബുവിന്റെ ഒപ്പം കൊടൈക്കനാൽ പോയത്? ചേട്ടാ, അത് 2 ആഴ്ച മുന്നേ അല്ലേ? ഇത് അടുത്ത ആഴ്ചത്തെ കാര്യാ. നീ കണ്ട ആൾക്കാരൊപ്പം നീ വെറുതെ കറങ്ങാൻ പോണേ എന്തിനാന്നേ? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയമാണല്ലേ? പഞ്ചായത്തിലുള്ള ആൾക്കാരുടെ മൊത്തം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സംശയം കാണൂലേ? ആ വർത്തമാനം നിങ്ങൾ എന്നോട് പറയരുത്. കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിലെ കട്ടിലിന്റെ അടിയിൽ നിന്ന് നിങ്ങളെ എന്റെ അച്ഛൻ പിടിച്ച ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ. സോറി. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു ആലോചന. പണിക്ക് പോവാതെ കള്ളച്ചോറുന്നത് വീട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചന വരും. ആലോചന വരാണ്ടിരിക്കണെങ്കിൽ പണിക്ക് പോകണം. അതല്ലെന്ന്, എന്റെ വീട്ടിലൊരു കല്യാണ ആലോചന. എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവൂട്ടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാ പേമാരി വന്നാലും സുനാമി വന്നാലും പ്രളയം വന്നാലും നിന്നെ ഒരുത്തനും ഞാൻ വിട്ടു കൊടുക്കില്ല. സത്യമായിട്ടും? സത്യം. എന്നാ ഇന്ന് അമ്പലത്തിൽ ഒന്ന് പറയാമോ? മഴയില്ലെങ്കിൽ പറ, എനിക്ക് ഇടിവെട്ട് പേടിയാ. എനിക്കറിയാം, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹൈഡ്രജൻ ബലൂണും ചോക്ലേറ്റും കൊണ്ട് തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങൾ വരുന്നത് വരെ റോഡിലേക്ക് തന്നെ നോക്കിയിരുന്നു. നിനക്ക് മേളിലേക്ക് നോക്കിയിരിക്കാൻ പാടില്ലായിരുന്നോ? എന്നാത്തിനാ? ഒരു ചോട്ടാ ഭീമിന്റെ കൂടെ ഞാൻ കിടന്ന് കറങ്ങുവായിരുന്നു അതിന്റെ മുകളില്. സോറിടാ. സോറി. ആന്റണി നടുവിന് ഗ്രീസ് ഇട്ടൊരു അമ്മാവൻ. ഞാനോ? മഞ്ഞളിടൂ. എന്നെ പോലെ ഫിസിക്കലി ഫിറ്റ് ആവാൻ നോക്കുന്ന ആൾക്കാരെ കളിയാക്കുന്നോടാ. അതൊക്കെ പോട്ടെ, നിന്റെ പേരെന്താ? ബിലാൽ. അത് തോട്ടി കിടക്കുന്ന ഒരു മീനല്ലേ? അത് വരാല്. മോനോ? ബിലാൽ. ഓ, ബിലാൽ. Glad to meet you. ഇല്ല, ഞാൻ കഴിച്ചാർന്നു. 3ാം ക്ലാസ് ജസ്റ്റ് പാസ് അല്ലേ? എങ്ങനെ മനസ്സിലായി? കഴിച്ചാർന്നു. എന്നാ നിന്റെ സാധനത്തിൽ എനിക്ക് കിട്ടിയായിരുന്നു. ഞാനിവിടെ നിന്ന് വർക്കൗട്ട് ചെയ്തോട്ടെ. വർക്കൗട്ട് ചെയ്തോ. വയ്യാത്ത പട്ടി കയ്യാലകാരന്റെ വല്ല കാര്യം കേട്ടോ. ഇല്ല, പട്ടി എന്ത് ചെയ്യണോ? കയ്യാളെ നോക്കി വാ വിളിച്ചോണ്ടിരിക്കണോ? അങ്ങോട്ടേക്ക്. അല്ല, ഇതാരാ? അത് കാമുകിയ. കാമുകി എന്ന് പറയാ? ആങ്ങളയുടെ അമ്മാവൻ. എന്റെ പെണ്ണുകളവാ, എന്റെ ലവ്വറാണ്. എനിക്കും ഉണ്ടായിരുന്നു ഒരു ലവ്വർ. മഴവില്ല് പോലെയായിരുന്നു അവൾ. എന്ന് വെച്ചാ ആരും വിളക്കണ്ട, തന്നെ എന്താണെന്നറിയാൻ പാടില്ല. ഈയിടെയായിട്ട് ഞാൻ അവളെ കാണാറേ ഇല്ല. മാഞ്ഞു പോയായിരിക്കും. എന്നാ പിന്നെ മാഞ്ഞു പോയി കാണും. അതെ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് പരിപാടി? ഇലക്ഷൻ പ്രചാരണം. ഏത് പാർട്ടിയുടെ?
എന്റെ കിളവ ഞങ്ങൾ ഇവിടെ സൊല്ലാൻ വേണ്ടി വന്നിരുന്നതാണ്. സൊള്ളാൻ വേണ്ടി ആ. എപ്പോ വന്നിരുന്നതാ? ഞാൻ രാവിലെ 9 മണിക്ക് വന്നതാ. 9 മണിക്ക്. ആ. ഇപ്പൊ സമയം 4 മണിയായി. മോളെ, എന്തോ ഇത്രയും നേരമായിട്ട് ഇവൻ നിനക്ക് എന്നൊക്കെയാണ് മേടിച്ചു തന്നേക്കുന്നത്? എനിക്ക് പപ്സും നാരങ്ങ വെള്ളം. എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേടി ഇവൻ ഒരു ഗതിയില്ലാത്ത പട്ടിയാണെന്ന്? അമ്മാവാ അങ്ങനെ പറയല്ലേ അമ്മാവാ. എന്റെ ചേട്ടന് ഒരുപാട് സ്നേഹമുണ്ട് എന്നോട്. എനിക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഡ്രസ്സ്, കമ്മല്, വള, ചീപ്പ്, വാച്ച്, അങ്ങനെ എന്തെല്ലാം വാങ്ങിത്തരാന്ന് പറഞ്ഞെന്നറിയോ? അതല്ലേലും അങ്ങനെയാ മോളെ. ചില ചീങ്ങ സ്ഥലം വിറ്റ് പോകാൻ ചിലന്മാരിങ്ങനെ കൊറേ കള്ളത്തരം പറയും. അതിലൊരു കള്ളത്തരമായിട്ട് നീ ഇത് കണ്ടാ മതി. പൊന്നു കിളവ, ഞങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് കെട്ടിയെടുത്താണ്. വേറെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക്? എനിക്ക് യു കെ എന്നൊരു ജോലി വന്നതാ. ആഹാ. പക്ഷെ ഞാൻ പോയില്ല. അതെന്നാ? എനിക്ക് എന്റെ ഭാര്യനെ ഭയങ്കര സംശയം. ഭാര്യനെ സംശയം വെച്ചോണ്ട് UK പോയി കഴിഞ്ഞാൽ മാമന് യാതൊരു സമാധാനം കിട്ടൂല. പക്ഷെ ഞാൻ ബുദ്ധി പ്രയോഗിച്ചു. വിസ ക്യാൻസൽ ചെയ്തല്ലേ? അല്ല, പിന്നെ അവളെ ഞാൻ UK പറഞ്ഞു വിട്ടു. എന്റെ ബുദ്ധിമാനെ, കഞ്ഞി കുടിക്കാൻ വേണ്ടി നിന്നവർക്ക് കുഴിമന്തി പാഴ്സലായിട്ട് കെട്ടിക്കൊടുത്തു. കൊള്ളാം, അടിപൊളി. എന്താ മോളുടെ പേര്? അശ്വതി അച്ച്. ഫേക്ക് ആണോ? അയ്യോ, ഞാൻ ഒറിജിനലാ. അതിനങ്ങനെ ചോദിച്ചേ? ഞാൻ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട 500 അശ്വതി അച്ചും എന്നെ വലിപ്പിച്ചിട്ടേ ഉള്ളൂ. ഉള്ളൂ, അങ്ങനെ തന്നെ വേണം. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊന്ന് മാറി ഇവിടുത്തെ ഈ സ്വർഗത്തിലെ കട്ടുമ്പോയിട്ട് ഞങ്ങൾ ഇത്തിരിയായിരുന്നു സൊല്ലിക്കോട്ടെ. അതെ, ഞാൻ നിങ്ങളുടെ പ്രായം കഴിഞ്ഞു വന്ന എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവും. ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം. പന്നക്കിളവായിരിക്കും പോകരുത്. അയ്യോ, കിളവന്റെ മൂട് മാറുണ്ട് കേട്ടോ. ദൈവം എങ്ങനെയൊക്കെ കാണിച്ചാൽ സുഖം കിട്ടുമോ നോക്കട്ടെ. യാവാടാ, ചുമ്മാ പറയണ ഒരു സുഖമല്ലടി. വെറുതെ നീ എന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു. എടാ, നീ പറഞ്ഞതൊക്കെ തെറ്റാന്ന് തെളിയിക്കാൻ നീ പറഞ്ഞ രീതിയിൽ ഇന്നൊരു പരീക്ഷണം നടത്തി. ഇനി ടോം മങ്ങൾ നിന്റെ ജിമ്മിലേക്ക് വരില്ലടാ. വെച്ചിട്ട് പോടാ. മാവോ, ആരോടെ ചൂടാവണത്? എന്റെ ജിമ്മിൽ ട്രെയിനറിനോട് അവൻ പറഞ്ഞിട്ട് എന്റെ വയറ് കുറയുന്നേ ഇല്ല. അവൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ ഇന്നൊരു പരീക്ഷണം വരെ നടത്തി. എന്നെ പരീക്ഷണം? അവൻ എന്നോട് പറഞ്ഞു 4 കിലോമീറ്റർ നടന്നാൽ ഷുഗർ കുറയുമെന്ന്. എന്നിട്ട് 40 കിലോമീറ്റർ ആയി. ഇതിന്ന് ഒരു തരി ഷുഗർ പോലും കുറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, നിങ്ങളെയൊക്കെ ജിമ്മിലേക്കല്ല കൊണ്ടുപോട്ടത്. എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കണം. എന്നാൽ ആദ്യം കൊണ്ട് ഷോക്ക് അടിപ്പിക്കേണ്ട ആരാന്നറിയാമോ? നിന്റെ കാമുകീനെ. നിന്റെ കൂടെ ഈ പാർക്കി വന്നിരുന്നേനെ. എന്നെ ഷോക്ക് അടിപ്പിക്കാൻ ആരുമില്ലേ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ചശ്രുശ്രവണ ഗൽസമാന്തർദ്രം താന്തർ പഴുവരി അമ്പലം തന്നിലെ എത്ര വിയോഗം വരെയും അത്ര ചെഞ്ചലും ആലയ സംഗമം. എന്റെ അമ്മച്ചിയാണ്, ഞാൻ എടുത്തിട്ടില്ല. എന്നിൽ നിന്ന് ഞാൻ ഇതേ പ്രതീക്ഷിക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ എടാ, കാമുകി കാമുകൻ എന്ന് പറയുന്ന ബന്ധം എപ്പോ വേണേലും വേർപിരിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? ഞങ്ങൾ തമ്മിൽ പ്രേമമായിട്ട് എത്ര കൊല്ലാന്നറിയാമോ? ആര് വിചാരിച്ചാലും ഞങ്ങളുടെ ഈ പ്രേമം തകർക്കാൻ പറ്റൂല. എടാ, പ്രേമമൊക്കെ തകരാൻ ഒറ്റ നിമിഷം മതിയടാ. ഒറ്റ നിമിഷമല്ല, എത്ര ജന്മം ചോദിച്ചാലും ഞങ്ങൾ തമ്മിൽ പിടിയില്ല. ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ തീർത്താന്നല്ലോ നിന്റെ പ്രേമം. അതൊന്ന് തീർത്തേ. മോളെ, എന്തോ നിന്റെ ഫോണൊന്ന് അവന്റെ ഇട്ട് കൊടുത്തേ. എല്ലാ അവക്കടെ ഫോണൊക്കെ ഞാൻ എപ്പോഴും നോക്കണം. കാരണം അവക്കടെ എല്ലാ ആൾക്കാരും ബോയ് ഫ്രണ്ടുമായിട്ടാണ് കൂടുതൽ കമ്പനി. എല്ലാവരുമായിട്ട് അവർ ടൂറും പോകരുത്. ഇതെല്ലാം എനിക്കറിയാവുന്ന. പിന്നെ പോകരുത്. എന്നാ ഒന്ന് മേടിച്ചടാ ഫോൺ. ഫോണിൽ ചേട്ടാ, എന്നാ എന്തിനാ ഫോണ്? അത് താ നോക്കട്ടെ. അല്ല ഏട്ടാ, അതില് ചാർജ് ഇല്ലെന്നേ. അല്ല, ഞാൻ കുറച്ച് മുമ്പ് നോക്കി കഴിഞ്ഞപ്പോ 93% ചാർജ് ഉണ്ടായി അതിനകത്ത്. അല്ല ഏട്ടാ, അതെന്താന്നറിയോ? എന്റെ ബാറ്ററി കംപ്ലൈന്റ് ആയി. ഒരു ബാറ്ററി കംപ്ലൈന്റ് ഇല്ല. നീ ആ ഫോണിൽ ചെന്ന് ചേട്ടാ, എന്തിനാടാ? ചക്കരല്ലേ? നീ ആ ഫോണിൽ ചെന്ന്. ആ ഫോണിൽ ചെന്ന്. അല്ല ചേട്ടാ, എന്നായി തരാത്തത്? എന്നാ ഫോൺ തരാത്ത? ചേട്ടനിക്ക് എന്തിനാ ഇപ്പൊ എന്റെ ഫോണ്? അങ്ങനെ ഇവിടെ ഫോൺ തട്ടില്ല കേട്ടോ. ഇല്ല, പറ്റുന്നില്ല, തരത്തില്ല, തരത്തില്ല. എടാ, ഈ പാർക്കിന് മുമ്പിൽ ഒരു മൊയിൽ ഇരിപ്പുണ്ട്. വേസ്റ്റ് ഇടന്നു. അതിന് നീ അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് നീ അവിടെ ചെന്നിരിക്കണം. എന്ത് കാര്യത്തിന്? ഇങ്ങനെ ഗതികെട്ട് ജീവിക്കുന്നതിന് ഭേദം അതല്ലേടാ. എടാ, നമുക്ക് വേറെ കാമുകനുണ്ടെന്ന്. എടി കള്ളി. അവിടെ നിൽക്കൂ. എന്താ? നിന്റെ ഫോൺ വെള്ളയിട്ട് കൊടുക്കൂ. എനിക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ ഒരു പേടിയില്ല, ഒരു സംശയമില്ല. ഇന്നാ ആ, ഇതിന്റെ പാസ്വേഡ് പറയും. പാസ്വേഡ് പട്ടി പറയും. അതെന്താ പാസ്വേഡ് പറയാത്ത? നിങ്ങൾ പാസ്വേഡ് പറ. നീ എന്ത് നിന്റെ ഫോൺ തരാത്തത്? നിങ്ങൾ ആദ്യം പാസ്വേഡ് പറ. ആദ്യം ഫോൺ ചോദിച്ചത്. ഞാനല്ലേ നിന്റെ അടുത്ത് ഫോൺ ചോദിച്ചത്. പെണ്ണിനാണ് ആദ്യം. ഇല്ല, പറ്റത്തില്ല. എന്റെ ദേഹത്തോട്ടൊക്കെ ഇല്ല. മോനെ, മോനെടാ. അയ്യോ, എന്റെ ചേട്ടൻ. അമ്മാവാ, പ്രവർത്തിച്ചോണ്ടിരുന്ന മെഷീൻ തന്നെ അമ്മാവാ. എന്തിനിങ്ങനെ ഓഫ് ചെയ്തത്? ദേഷ്യം വരത്തില്ലേ? മനുഷ്യന്മാര് സമാധാനത്തിന് വേണ്ടി പാർക്കി വരുന്നത്. അപ്പൊ ഇവനെ പോലെയുള്ളവർ ഇവിടെ കയറി വരും. അയ്യോ, ചേട്ടാ. എന്നെ കരയണ്ട, ഞാൻ ഓൺ ചെയ്ത് തരാം.
അശ്വതി അച്ഛു, നീ എന്തിനാണ് എന്നെ സംശയിച്ചേ? എന്തിനാ എന്നെ സംശയിച്ചേ? ചേട്ടാ, ഞാൻ അശ്വതി. അന്നെ കിളവാ. ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നീ തെറ്റിക്കാനോ? ഞാൻ അശ്വതി. മുത്തേ, നീ വാ, നമുക്ക് റൂം എടുക്കാം. വാ. വീണ്ടും ഓഫ് ചെയ്തോ? എനിക്ക് ആകെപ്പാട് സ്വന്തമായിട്ടുള്ള മാനാഭിമാന, അതെനിക്ക് ഇവന് കൊടുക്കാൻ വയ്യ.